ഫിലിം ഗാരേജിന്റെ OTT അപ്ഡേറ്റുകളിലേക്ക് ഇവർക്കും സ്വാഗതം. എല്ലാ വെള്ളിയാഴ്ചകളിലും ഇതുപോലെ ഇന്ന് ഒട്ടനേകം സിനിമകൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ജൂൺ 14, 11 OTT റിലീസ് അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തെ ഇന്ന് OTT റിലീസ് ചെയ്ത നെറ്റ്ഫ്ലിക്സിന്റെ ഗാങ്സ് ഓഫ് ഗോദാവരി എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. വിശോക് സെൻ നായകനെത്തിയ സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിൽ ഇപ്പോൾ ലഭ്യമാണ്. രണ്ടാമത്തേത് ഒരു ഹിന്ദി സിനിമയുടെ അപ്ഡേറ്റ് ആണ്. LSD2 എന്നാണ് സിനിമയുടെ പേര്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഈ ഹിന്ദി സിനിമ ഇന്നിപ്പോഴത്തെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി ഭാഷയിൽ മാത്രമാണ് സിനിമ ലഭ്യമാക്കിയിരിക്കുന്നത്. മൂന്നാമത്തേത് വീണ്ടും ഒരു ഹിന്ദി സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ലവ് കി അറേഞ്ച് മാരേജ് എന്നാണ് ചിത്രത്തിന്റെ പേര്. C5ലൂടെ ഹിന്ദി ഭാഷയിൽ മാത്രമാണ് സിനിമ ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റും വീണ്ടും ഒരു ഹിന്ദി സിനിമയുടെ അപ്ഡേറ്റ് ആണ്. വിദ്യ ബാലൻ കൂടി പ്രധാനപ്പെട്ട റോളിലെത്തിയ ദോ ഓർ ദോ പ്യാർ എന്ന സിനിമയാണ് ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. ഹിന്ദി ഭാഷയിലെ സിനിമ Disney+ ഹോട്ട്സ്റ്റാറിലൂടെയാണ് സ്ട്രീം ചെയ്തിരിക്കുന്നത്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി പിന്നീട് ഈ ജൂൺ മാസം ആദ്യ ആഴ്ച ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത സിനിമയാണല്ലോ ജനനം 1947 പ്രണയം തുടരുന്നു. ചിത്രം ഇപ്പോഴത്തെ മനോരമ മാക്സിലൂടെ സ്ട്രീം ചെയ്തിരിക്കുകയാണ്. ഇന്ന് ജൂൺ 14 തീയതിയാണ് സിനിമ മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് OTT റിലീസ് ചെയ്ത C5ന്റെ ഏറ്റവും പുതിയ സീരീസ് ആണ് പർവ്. ഇന്ന് തമിഴ്, തെലുഗു ഭാഷകളിലാണ് ഈ തെലുഗു സീരീസ് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. വീഡിയോയിലെ 7ാമത്തെ അപ്ഡേറ്റ് കുരങ്ങ് പെടൽ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി ഈ ഫീൽ ഗുഡ് തമിഴ് സിനിമ ഇന്നിപ്പോഴത്തെ അഹ തമിഴ് OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് OTT റിലീസ് ചെയ്ത ഏറ്റവും പുതിയ തെലുഗു സിനിമ ഡിയർ നാന എന്ന സിനിമയാണ്. ചിത്രം ഇന്ന് തെലുഗു ഭാഷയിൽ മാത്രം അഹ തെലുഗു OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്തിരിക്കുകയാണ്. യാഷിനി എന്നൊരു സീരീസ് കൂടി ഇന്ന് Disney+ ഹോട്ട്സ്റ്റാറിലൂടെ തെലുഗു ഭാഷയിൽ നിന്നും റിലീസ് ചെയ്തിരിക്കുകയാണ്. ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന സീരീസ് തെലുഗു, തമിഴ്, കന്നഡ, ഹിന്ദി, മറാത്തി, ബംഗാളി, മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ലഭ്യമായിരിക്കുന്നുവെന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. വീഡിയോയിലെ 10ാമത്തെ അപ്ഡേറ്റ് ഇന്ന് OTT റിലീസ് ചെയ്യുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ച നെറ്റ്ഫ്ലിക്സിന്റെ സിനിമയാണല്ലോ മഹാരാജ്. സിനിമ ഇപ്പോഴത്തെ OTT റിലീസ് ചെയ്തിട്ടില്ല എന്നാണ് പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സിലും മറ്റും സിനിമയ്ക്കെതിരായിട്ട് കോൺട്രവേഴ്സി എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആമിർ ഖാന്റെ മകൻ ജുനൈദ് ഖാൻ അഭിനയിച്ച സിനിമയ്ക്ക് സ്റ്റേ ഓർഡർ കൂടി ലഭ്യമായിരിക്കുകയാണ്. ഇനിയിപ്പോൾ OTT റിലീസ് ചെയ്യുമെന്ന് അറിയാനായിട്ട് കാത്തിരിക്കൂ. അതേസമയം ടർബോ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ മലയാളത്തിന്റെ ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ടർബോ ഇപ്പോഴത്തെ തിയേറ്ററുകളിൽ ഫൈനൽ റണ്ണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. മമ്മൂട്ടി നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത സിനിമയുടെ OTT അവകാശങ്ങൾ നിലവിൽ ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം ഈ മെയ് മാസം അവസാനം മെയ് 28-ാം തീയതി അതല്ലെങ്കിൽ മെയ് 30-ന് OTT റിലീസ് ചെയ്യുമെന്നൊരു അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. മറ്റ് ഭാഷകളിലടക്കം സിനിമ ലഭ്യമാകുന്നതാണ്. അങ്ങനെ ഇന്ന് ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള OTT റിലീസ് അപ്ഡേറ്റുകൾക്ക്.